ഹായ് ഓൾ വെൽക്കം ടു സ്റ്റഡി വെൽ വിത്ത് മീ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ആർ കെ നാരായൺ എഴുതിയ സ്വീറ്റ്സ് ഫോർ ഏഞ്ചൽസ് എന്ന സ്റ്റോറിയുടെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ആർ കെ നാരായണനെ പറ്റിയിട്ടാണ്. കുറേ ഡീപ്പായിട്ടൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, ജസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. ആർ കെ നാരായൺ ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ആൻഡ് സക്സസ്ഫുൾ ലിവിംഗ് ഇന്ത്യൻ റൈറ്റർ ഇൻ ഇംഗ്ലീഷ്. Born in Madras and educated in Mysore, Narayan has written a number of novels and hundreds of short stories. Some of the well-known novels are The Man Eater of Malgudi, The English Teacher, and The Guide. Short stories like The Astrologer's Day and The Swami stories are also equally famous. ഇനി നോക്കുന്നത് ക്യാരക്ടേഴ്സാണ്. ആദ്യത്തെ ക്യാരക്ടറാണ് കാളി. ഓക്കെ, ഇദ്ദേഹമാണ് ഇതിലത്തെ മെയിൻ ക്യാരക്ടർ. അദ്ദേഹത്തിൻ്റെ ജോലി കൂലിപ്പണിയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ജോലി? റൈസ് ബാഗ്സ് ഒക്കെ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന ലോറിയിൽ നിന്നും ആ റൈസ് ബാഗ്സ് ഒക്കെ എടുത്ത് മാർക്കറ്റിലെത്തിക്കുക. ഒരു പോർട്ടർ, അതാണ് അദ്ദേഹത്തിൻ്റെ ജോലി. നെക്സ്റ്റ് ക്യാരക്ടറാണ് കുപ്പൻ. റിക്ഷ പുള്ളറാണ് ഇദ്ദേഹം. അടുത്ത ക്യാരക്ടർ പച്ചായി. പ്രിറ്റൻസ് ടു ബി എ ബ്ലൈൻഡ് ബെഗർ. ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ബസ് സ്റ്റോപ്പും ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ടാവില്ലേ, അവിടെയൊക്കെ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ബെഗറായിട്ട് അഭിനയിച്ചിട്ട് ഭിക്ഷ തേടുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. പിന്നെയുള്ള ക്യാരക്ടർ ദ സ്കൂൾ ചിൽഡ്രനും പിന്നെ പീപ്പിൾ ഓഫ് റോയപുരം. ഇത്രയും ക്യാരക്ടേഴ്സാണുള്ളത്. മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറാണ് കാളി. കാളിയാണ് സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ. അദ്ദേഹം താമസിക്കുന്നത് ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഒരു വീട്ടിലാണ്. കാളിയുടെ കൂടെ അവിടെ 2 പേര് കൂടെ താമസിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി 2 ക്യാരക്ടേഴ്സിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കുപ്പനും പച്ചായും. കുപ്പൻ ഒരു റിക്ഷ പുള്ളറാണ്. പച്ചായി ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ബെഗറായിട്ട് നമ്മൾ ഓൾറെഡി ക്യാരക്ടർ പറയുമ്പോൾ പറഞ്ഞതാണ്, ബെഗ് ചെയ്യുന്നത്. അവർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് റോയപുരം. ഈ സ്ഥലം കർണാടകയിലാണ്. പിന്നെ കുപ്പൻ റിക്ഷ പുള്ളറിൻ്റെ വൈഫ് 1 വർഷം മുന്നേ അവരുടെ കാമുകനോടൊപ്പം ഒളിച്ചോടിയിട്ടുണ്ട്. ഇവർക്ക് 3 പേർക്കും കുടുംബമൊന്നുമില്ല. ഓക്കെ, കാളി മാരീഡ് അല്ല, അതുപോലെ തന്നെ പച്ചായി മാരീഡ് അല്ല. മാരീഡ് ആയിരുന്നത് ആകെ കുപ്പൻ മാത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫ് കാമുകൻ്റെ കൂടെ പോയി. അപ്പോൾ ഇവർക്ക് ഒരു ഫാമിലി സപ്പോർട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ കാളീനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്താണ്, നല്ല തടിയുണ്ട്, അതുപോലെ തന്നെ 6 അടി ഉയരമുണ്ട്. കൂടാതെ നല്ല കട്ടി താടിയൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ പറഞ്ഞാൽ നല്ല കട്ട താടി എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ഇതൊക്കെ കൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണുമ്പം എല്ലാവർക്കും ഒരു റൗഡി ലുക്കാണ് ഫീൽ ചെയ്യുന്നത്. അയാൾ എല്ലാ ദിവസവും ജോലിക്ക് പോകും. അങ്ങനെയാണ് അദ്ദേഹം ഏണിങ്സ് ഉണ്ടാക്കുന്നത്. കുട്ടിക്കാലത്ത് അയാൾ സ്കൂളിൽ നിന്നും പോയിട്ടില്ല. അദ്ദേഹത്തിന് കുട്ടികളെയൊക്കെ കാണുമ്പോൾ വളരെ ഇഷ്ടമാണ്. അയാളുടെ ജോലി കഴിഞ്ഞിട്ട് ഉള്ള സമയമൊക്കെ അദ്ദേഹം പണിയെടുക്കുന്ന സ്ഥലത്ത് ഒരു സ്കൂളുണ്ട്. ആ മാർക്കറ്റിനടുത്തൊരു സ്കൂളുണ്ട്. അപ്പം അദ്ദേഹം ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്കൂളിലേക്ക് നോക്കിയേക്കും. ഓക്കെ, കുട്ടികളൊക്കെ വരുന്നതും സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നതും അതുപോലെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കൊക്കെ പോകുന്നതൊക്കെ അദ്ദേഹം നോക്കി നിൽക്കും. അങ്ങനെ അദ്ദേഹം ആ കാഴ്ചയൊക്കെ വളരെയധികം ആസ്വദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിന് കൂടുതൽ ആനന്ദം ലഭിക്കുന്നത്. ഒരു ദിവസം എന്നത്തേക്കാളും ചരക്കുകൾ ലോറിയിൽ നിന്നും ഇറക്കുവാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം പൈസ അദ്ദേഹത്തിന് കിട്ടി. അയാൾ നല്ല ഒരു ഹോട്ടലിൽ കയറി വയറ് നിറയെ ഭക്ഷണം കഴിച്ചു. ഒരുപാട് ഭക്ഷണം കഴിച്ചതുകൊണ്ട് തന്നെ അയാൾക്ക് ക്ഷീണം അനുഭവപ്പെട്ടു. അദ്ദേഹം ഉറങ്ങുവാനായി പോയി. അയാൾ ഉറക്കമുണർന്നത് 4 മണിക്കാണ്. അയാൾ സ്കൂളിനടുത്തുള്ള ഒരു കോഫി ഷോപ്പിൽ പോയി 2 കോഫി ഓർഡർ ചെയ്തു. കോഫി കുടിച്ചപ്പോൾ അയാൾക്ക് നല്ല ഉന്മേഷം തോന്നി. ആ സമയത്താണ് സ്കൂളിലെ ബെല്ല് മുഴങ്ങുന്ന ശബ്ദം അദ്ദേഹം കേട്ടത്. സ്കൂളിന് സമീപത്തെ കടകളിൽ വിൽക്കുന്ന പലഹാരങ്ങളിൽ കുട്ടികൾ കൊതിയോടെ നോക്കുന്നത് മുമ്പ് പലതവണ കാളി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ കടയിൽ നിന്നും കുറച്ച് മധുര പലഹാരങ്ങൾ വാങ്ങി കുട്ടികൾക്ക് നൽകുവാൻ തീരുമാനിച്ചു. പലഹാരങ്ങളുമായി അവൻ സ്കൂളിൻ്റെ ഗേറ്റിനടുത്തേക്ക് എത്തി. പക്ഷേ ആരും തന്നെ അവനെ ശ്രദ്ധിക്കുന്നില്ല. അയാൾക്ക് നിരാശ തോന്നുന്നു. അവൻ വാങ്ങിയ മധുര പലഹാരങ്ങൾ കുട്ടികൾക്ക് നേരെ നീട്ടുന്നു. പക്ഷേ കുട്ടികൾ അതൊന്നും വാങ്ങുന്നില്ല. കുട്ടികൾ പറയുന്നത് അച്ഛൻ ദേഷ്യപ്പെടും, പുറത്തുനിന്ന് ആരെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ തന്ന് വാങ്ങിക്കഴിച്ചാൽ എന്നാണ് അവർ പറഞ്ഞത്. അച്ഛൻ അവരെ ശകാരിക്കില്ലെന്ന് കാളി അവരെ ബോധ്യപ്പെടുത്തുന്നു. അതിനാൽ കുട്ടികൾ കാളിയിൽ നിന്ന് മധുരം സ്വീകരിച്ച് സന്തോഷത്തോടെ കഴിക്കുകയും മധുരം സ്വാദിഷ്ടമാണെന്ന് വാഴ്ത്തുകയും ചെയ്യുന്നു. ഒരു കൊച്ചുകുട്ടി മധുരം കഴിക്കുന്നത് ഒരാൾ ശ്രദ്ധിക്കുന്നു.
കുട്ടിക്ക് മധുരം നൽകിയ ആളെക്കുറിച്ച് അയാൾ സംശയത്തോടെ അന്വേഷിക്കുന്നു. താടിക്കാരനായ കാളിയിലേക്ക് കുട്ടി വിരൽ ചൂണ്ടുന്നു. ശേഷം പറയുന്നു, ആ താടിക്കാരനാണ് തനിക്ക് മധുരപലഹാരങ്ങൾ നൽകിയത്. ഇത് കേട്ടയുടനെ അയാൾക്കൊരു ഡൗട്ട് തോന്നുന്നു. തട്ടിക്കൊണ്ടു പോകുന്ന ആളാണോ എന്നാണ് അയാൾ സംശയിക്കുന്നത്. അതിനാൽ അവൻ ചുറ്റുമുള്ള എല്ലാവരെയും വിളിക്കുന്നു. കാളിയുടെ രൂപം ഒരു ഗുണ്ടാ സ്റ്റൈലാണെന്ന് പറഞ്ഞല്ലോ. താടിയൊക്കെ വളർത്തി നല്ല മസിലൊക്കെ ഉള്ളൊരു ബോഡിയാണ്. അപ്പോൾ അവർ വിചാരിച്ചത് കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടു പോകുന്ന ആരോ ആണെന്നാണ്. ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്നില്ലേ, അങ്ങനെ ആരോ ആണെന്നാണ് ജനങ്ങൾ വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അയാളെ ആക്രമിക്കാൻ വേണ്ടി തുടങ്ങി. പക്ഷെ അവർ ആക്രമിക്കുന്ന കാരണം കാളിക്കറിയില്ല എന്തുകൊണ്ടാണ് അവർ ആക്രമിക്കുന്നത് എന്നും. ജീവൻ രക്ഷിക്കാൻ അവൻ വേഗത്തിലോടുന്നു. പക്ഷേ അവൻ പൊതുജനങ്ങളാൽ ക്രൂരമായി മുറിവേറ്റു. അതിനാൽ അവനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 ആഴ്ച കഴിഞ്ഞ് കാളി കണ്ണു തുറക്കുമ്പോൾ കുപ്പനും പച്ചായിയും ഒരു ഹോസ്പിറ്റലിൽ കാളിയുടെ കട്ടിലിന് അരികിലിരിക്കുന്നുണ്ട്. കുപ്പൻ കാളിയെ അവരുടെ വീട്ടിലേക്ക് തിരികെ വരാൻ വിളിച്ചു. അയാളെ ആശ്വസിപ്പിക്കുന്നു. ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതിനു ശേഷം മുറിവൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവൻ്റെ താടി നീക്കം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി തന്നെ ആരും തിരിച്ചറിയില്ലെന്ന് പച്ചായി പറയുന്നു. ഇനി കുട്ടികളെ സമീപിക്കരുതെന്നും പച്ചായി ഉപദേശിക്കുന്നു. കുട്ടികളെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ ഇപ്പോൾ അവന് ഭയമാണ്. ഇവിടെ കഴിഞ്ഞാൽ മെയിൻ സ്ട്രീറ്റിന് മുന്നിൽ ഏറ്റവും ചെറിയ കുട്ടിയെ കണ്ടാൽ പോലും ഒരു കടുവ തന്നെ പിന്തുടരുന്നത് പോലെ അവൻ പേടിച്ച് ഓടുമെന്നാണ് അവൻ പറയുന്നത്. അതേസമയം ഒരു കുട്ടി അവൻ്റെ അടുത്ത് വന്ന് മധുരപലഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അങ്കിൾ, ദയവായി എൻ്റെ മധുരപലഹാരങ്ങൾ സ്വീകരിക്കുക. ഇന്നെൻ്റെ ജന്മദിനമാണ്. ഇതോടുകൂടിയാണ് കഥ അവസാനിക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കഥയുടെ തീംസ് ആണ്. ആദ്യത്തെ തീം ഐറണി ഓഫ് ഫെയ്റ്റ്, വിധിയുടെ ഐറണി. കൊച്ചുകുട്ടികൾ മാലാഖമാരെ പോലെ മധുരമുള്ളവരാണെന്ന് കാളി വിശ്വസിക്കുന്നു. എന്നാൽ ആ മാലാഖമാർ നിമിത്തം അവന് ദുരന്തം സംഭവിച്ചു. കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം കൊണ്ട് കുട്ടികൾക്ക് മധുരം നൽകി. പക്ഷേ അത് അവൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത കഷ്ടപ്പാടുകൾക്ക് കാരണമായി. അടുത്തത് ഇന്നസെൻസ്, നിരപരാധിത്വം. കാളിക്ക് തൻ്റെ അധിക പണം തനിക്കായി സൂക്ഷിക്കാൻ തിരഞ്ഞെടുക്കാമായിരുന്നു. പക്ഷെ തൻ്റെ സന്തോഷം കുട്ടികളുമായി പങ്കിടാൻ അവൻ ആഗ്രഹിച്ചു. അയാൾക്ക് മറഞ്ഞിരിക്കുന്ന അജണ്ടകളില്ല. കുട്ടികളെ വേദനിപ്പിക്കാൻ അയാൾ ആഗ്രഹിക്കുന്നുമില്ല. കാളി കുട്ടികളെ പോലെ തന്നെ നിഷ്കളങ്കനാണ്. കാളി വളരെ കഷ്ടപ്പെട്ടാണ് എല്ലാ ദിവസവും തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഓരോ കാര്യങ്ങൾ നിറവേറ്റുന്നതും. പക്ഷേ എഴുത്തും വായനയും പഠിക്കാൻ സ്കൂളിൽ പോകുന്ന മാലാഖമാർക്ക് മധുരം നൽകാൻ അവൻ ആഗ്രഹിക്കുന്നു. കുട്ടികൾ സ്കൂൾ വിട്ടു വരുമ്പോൾ മധുരപലഹാരങ്ങൾ നൽകാനുള്ള നിഷ്കളങ്കമായ ശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ദയയെ ശ്രദ്ധേയമാക്കുന്നത്. ഇതൊക്കെയാണ് ഈ കഥയിലെ തീംസ് ആയിട്ട് വരുന്നത്.